ടാസ്കിലും ഞാൻ തോറ്റു. അതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ കിച്ചണിൽ ഞാൻ എല്ലാ പണികളും ചെയ്തോളാം എന്ന് പറഞ്ഞ് ആര്യൻ വന്നിരിക്കുകയാണ്. കിട്ടിയ അവസരം പാഴാക്കാതെ അനുമോള് കിച്ചണിലെ എല്ലാ പണിയും നമ്മുടെ ആര്യനെയും കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ആര്യൻ പറഞ്ഞു ഞാൻ എല്ലാ പണികളും ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാരികയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു ചേച്ചി പോയിക്കോ, ആര്യൻ തന്നെ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിലേക്ക് വയ്യാന്നും പറയുന്നുണ്ട്. അങ്ങനെ ആര്യൻ സഹായിക്കാമെന്നും പറഞ്ഞ് സ്വമേധയാ വന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും നീ ആ ടാസ്കിൽ നീ ഒരു കോൺഫിഡൻസ് കാണിച്ച് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നത്. നിന്നെ മുട്ടയടിച്ച് കഴിഞ്ഞാൽ നിന്നെ കാണാൻ നല്ല ലുക്കാടാന്ന് പറയുന്നുണ്ട്. ഞാൻ മുട്ടയടിച്ചിരുന്നെങ്കിൽ എൻ്റെ ഫാമിലിക്ക് അത് ഭയങ്കര വിഷമായേനെ, എൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞേനെ. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ മുട്ടയടിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കരയും, പക്ഷേ ഇത് നമ്മളൊരു ഗെയിമിലേക്കാണ് വന്നിരിക്കുന്നത്, നമ്മളിവിടെ എന്തും ചെയ്യാന്നുള്ള ആ ഒരു ഇതിൽ വേണം നിൽക്കാൻ, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് ചെയ്യണം, നീ ഇതിനെക്കാട്ടി നല്ലത് വരാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് അനുമോള് പറയുന്നുണ്ട്. ഇതിന് ഒരു 1000 പോയിൻ്റല്ലേ നിങ്ങൾക്ക് കിട്ടുമായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ 1000 പോയിൻ്റ് നമുക്ക് വലിയൊരു പോയിൻ്റ് തന്നെയായിരുന്നു, പോയിൻ്റിലല്ലായിരുന്നു കാര്യം, നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നതിലായിരുന്നു കാര്യം എന്ന് പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് അത്രയും പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫാമിലിക്ക് വേണ്ടി 750 പോയിൻ്റ് കളയാൻ നിങ്ങൾ തയ്യാറായിരുന്നു എന്ന്. അപ്പം അനുമോള് പറയുന്നുണ്ട് എടാ അത് ശരത്തേട്ടൻ്റെ ഫാമിലി, വൈഫ് പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുമല്ലേ, അതുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങനെയല്ലേ വിചാരിച്ച്, അങ്ങനെയല്ലേ അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. നീ കല്യാണം കഴിച്ചാലേ നിനക്കതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട് അതൊരു ടാസ്ക് ആയിരുന്നു, ശരിക്കും നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായേനെന്ന് അനുമോള് നന്നായി പറയുന്നുണ്ട്. പക്ഷേ ആര്യൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴേക്കും ജിസേൽ അങ്ങോട്ട് വരുന്നുണ്ട്. ജിസേൽ ചോദിക്കുന്നുണ്ട് ഇന്നും തക്കാളിക്കറിയാണോ എന്ന്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് ജിസേൽ ഇവിടെ തക്കാളിക്കറിയും ഉള്ളിക്കറിയും മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ പൊട്ടറ്റോ ഒന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പൊട്ടറ്റോ ഒക്കെ തീർന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നും ഇല്ലേ കറി എന്നൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് എന്നാൽ നിനക്ക് ഞാൻ പനീറും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം, നിനക്ക് മാത്രം ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലെ ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. ശരിക്കും അനീഷേട്ടനാണോ ആര്യനാണോ ജിസേലാണോ ചെയ്തത് തെറ്റ്?